ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പ്രചരണ രീതികളും മുന്നണികൾ സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകതരമായ ഒരു പ്രചരണ നേതാക്കൾ വീടുകളിലെത്തി ആളുകളെ നേരിട്ട് കണ്ട് ഇടതുമുണ്ട് പ്രധാന നേതാക്കളെ നേരിട്ട് വീടുകളിലെത്തി ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുന്ന രീതിയിലാണ് ഇവിടെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. CPM സംസ്ഥാന സമിതി അംഗം M. വിജയകുമാറും MLA വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ നേരിട്ട് വീട്ടിൽ എന്താണ് അത്തരമൊരു എല്ലാ വഴിയും നോക്കുകയാണ്, എല്ലാ അടവുകളും പയറ്റുകയാണെന്ന്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ഫേസാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇനി 10 ദിവസമേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. അതിൽ ഒരു മാസ് ക്യാമ്പയിൻ എന്ന നിലയിൽ തന്നെ മാസ് ലീഡേഴ്സ് ക്യാമ്പയിൻ എല്ലാ നേതാക്കളും, ഞങ്ങൾ മാത്രമല്ല LDFൻ്റെ എല്ലാ നേതാക്കളും എല്ലാ ജനപ്രതിനിധികളും MLA മാരും മന്ത്രിമാരും കൗൺസിലർമാരും എല്ലാം. കൗൺസിലർമാരെന്ന് പറഞ്ഞാൽ ജയിച്ച കൗൺസിലർമാർ മാത്രമല്ല, തോറ്റുപോയ ആളുകൾ ഞങ്ങളുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ എൻറ്റയർ അതെ വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഒരു ട്രെൻഡ് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. LDFന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയും. വീടുകളിലേക്ക് റെസ്പോൺസ് എങ്ങനെയാണ്? ആളുകളുടെ റെസ്പോൺസ് പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. ഇപ്പോഴും ഞങ്ങൾ കയറിയിറങ്ങിയ വീടുകളിലൊക്കെ നിങ്ങൾ കൂടെ ദൃക്സാക്ഷികളാണല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ വളരെ അനുകൂലമായി പന്ന്യൻ രവീന്ദ്രൻ ഒരു രാഷ്ട്രീയമായിട്ട് മുൻപന്തിയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിലും വളരെ മുൻപിലാണിപ്പോൾ. മറ്റു രണ്ടുപേരും 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി അവർ ഇല്ലാത്ത പ്രചാരവേലകൾ നടത്തുന്നുണ്ട്. കാരണം വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ശശി തരൂരും മറ്റവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ നല്ല നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ. പ്രധാനമന്ത്രിയൊക്കെ വന്നു പോകുന്നുള്ളൂ. അത്രയ്ക്ക് BJP വലിയ പ്രതീക്ഷയിലും BJP വലിയ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരുടെ സ്ട്രൈക്കിൽ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊരു സീറ്റ് എന്നൊക്കെ അവരുടെ വലിയ വലിയ സ്വപ്നമാണ്. അതിന് പറയാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി 4-5 തവണ ഇന്നും വരുന്നുണ്ട്, ഇന്നും ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്, ഇനിയും വീണ്ടും വരുമെന്നാണ് കേട്ടത്. ഇതാണ് സർ. MLAക്കാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കും. അങ്ങനെയാണ് ഈ സ്ഥലം MLA കൂടിയാണ് VK പ്രശാന്ത്. എങ്ങനെയുണ്ട് ഈ ഭാഗത്ത് ആളുകളുടെ റെസ്പോൺസ്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു ക്യാമ്പയിന്? നമുക്ക് ഈ സർക്കാരിനെതിരെ ആളുകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കും, അങ്ങനെയൊക്കെയാണോ? അല്ല, ഇത് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികളെ ജനങ്ങൾക്ക് കിട്ടണം. തിരുവനന്തപുരത്തിൻ്റെ അനുഭവം തിരിച്ചാണ്. ജയിക്കുന്നു, പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോഴാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്നുകൂടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീടുകളിൽ പോകുമ്പോഴൊരു പ്രതികരണം, പന്ന്യൻ രവീന്ദ്രൻ ഒരു സാധാരണക്കാരനാണ്, പാവപ്പെട്ട ഒരാളാണ് എന്നുള്ളൊരു പ്രതീതി വന്നിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ മതേതരത്വം നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ജനങ്ങളുടെ മനസ്സിലേക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി LDFന് അനുകൂലമായി വോട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. ഈ LDF ഗവൺമെൻറ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ ചെയ്തു. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഒരു MP-യുടെ ഹെൽപ്പ് കൂടി വേണം. നിലവിലതില്ല. 15 വർഷം പിന്നിട്ട് ശ്രീ തരൂർ ഹൈമാസ് ലൈറ്റ് വിപ്ലവമാണ് നടത്തുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചിന്തിക്കാനോ ഇടപെടാനോ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരാൾ വരട്ടെ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥി IT വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ കേരളത്തിലെ IT തലസ്ഥാനമാണ് തിരുവനന്തപുരം. ആ IT തലസ്ഥാനത്തിൽ മന്ത്രിയായിരുന്ന വേളയിൽ, IT മന്ത്രിയായിരുന്ന വേളയിൽ ഒരു കാര്യവും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ജയിച്ചാൽ അത് ചെയ്യാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വാഗ്ദാനം കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ പൊള്ളത്തരം ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ IT വിപ്ലവം ആദ്യമായി തുടങ്ങിയത് ഇടതുമുന്നണി ഭരണത്തിൽ ടെക്നോ പാർക്ക് സ്ഥാപിച്ചതിലൂടെയാണ്. അപ്പോൾ ഇത് ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പന്ന്യന് അനുകൂലമായി വരുമെന്ന്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിഷയങ്ങൾ ജനങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിൽ നേരത്തെ, കാരണം മുടങ്ങുമ്പോൾ വിഷമം ഉണ്ടാവില്ല. അതൊക്കെ എങ്ങനെ ആളുകൾ പറയുന്നുണ്ട്, അവരുടെ മറുപടി എന്ത് കൊടുക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും 3 മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ആദ്യം 1 മാസത്തെ കൊടുത്ത് ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയും കൊടുക്കും. അപ്പോൾ ജനങ്ങളോട് ഞങ്ങളിത് പറയുന്നുണ്ട്, പെൻഷൻ മുടക്കാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അത് മുടങ്ങിയത് എന്ന് ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. കാരണം 3200 രൂപ ഇപ്പോൾ അവരുടെ കൈകളിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി മുടങ്ങാനും പോകുന്നില്ല. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളത്തിൽ ഇത്തരം ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുകയാണ്. ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഏതാണ്ട് 1800 കോടി രൂപയിലധികം പദ്ധതികൾ നടപ്പാക്കുകയാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കുന്നത് ഞങ്ങൾക്കൊരു MP-യുടെ സഹായം കൂടി വേണം. അതാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതുതന്നെയാണ് പല കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്, അവരുടെ സംശയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് മാസ് ലീഡേഴ്സ് ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. കടുത്ത മത്സരമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിൽ. കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് ആര് ജയിക്കുമെന്ന് മുൻകൂട്ടി പറയാനാകാത്തൊരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. അത് ഈ പ്രചരണ രീതിയിൽ നമുക്ക് കാണാം. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണമാണ്. നേതാക്കളും ജനപ്രതിനിധികളും നേരിട്ട് ആളുകളെ കണ്ട് ആ രീതിയിൽ വോട്ട് ചോദിക്കുകയാണ്. ഓരോ ദിവസവും തലസ്ഥാനത്ത് മത്സരം മുറുകുന്നതിൻ്റെ സൂചനയായി കൂടി ഇതിനെ കാണണം. ഏതായാലും വരും ദിവസങ്ങളിലും മറ്റു പലതരത്തിലുള്ള പ്രചരണ മാർഗങ്ങൾ മുന്നണികൾ സ്വീകരിക്കും. ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.